എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? ഇന്നലെ വായിച്ചു പഠിച്ചില്ല എല്ലാവരും? ആ, പിന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്ത്യനാളിന് മുന്നോടിയായി വരാനിരിക്കുന്ന ചില അടയാളങ്ങളെ കുറിച്ചാണ്. അന്ത്യനാളിന് മുമ്പായി വരാനിരിക്കുന്ന ചില അടയാളങ്ങളെ കുറിച്ച് ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസിനെ കുറിച്ചാണ്. ഹദീസ് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن من أشراط الساعة أن يرفع العلم ويثبت الجهل ويشرب الخمر ويظهر الزنا. متفق عليه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇൽമ് ഉയർത്തപ്പെടുക, അഗ്നിത സ്ഥിരപ്പെടുക, മദ്യപാനം വ്യാപകമാകുക, വ്യഭിചാരം പരസ്യമാകുക. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ ഇമാം ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ സ്വഹീഹുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ പറയുന്നത് അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങളെ കുറിച്ചാണ്. മുഹദ്ദിസീൻ നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത്. ആദ്യം പറയുന്നത് ഇന്ന അശ്റാത്ത് സാ, തീർച്ചയായും അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഇവിടെ അശ്റാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താടാ? അശ്റാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലാമാത്ത് അല്ലെങ്കിൽ അമാറാത്ത് എന്നൊക്കെയാണ്. അതായത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെയാണ്. ആദ്യമായി പറയുന്നത് അയിന്ന് ഉയർത്തപ്പെടുക. അയിന്ന് എങ്ങനെ ഉയർത്തപ്പെടുന്നത്? ഇങ്ങനെ കിതാബുകളെല്ലാം ഇങ്ങനെ പോവോ? ഇല്ല, മറിച്ച് ഇവിടെ ആലിമുകളുടെ മരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഖബിലുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉ വലാകിൻ യഖബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിന്നും ഒറ്റയടിക്കുക, അതായത് ഒരു സുപ്രഭാതത്തിൽ ഇൽമില്ലാതാക്കുകയില്ല, മറിച്ച് ആലിമുകളുടെ മരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് ലോകത്ത് നിന്നും ഇല്ലാതാക്കുന്നത്. ഇപ്പോൾ ChatGPT, ജെമിനി, അതാണ് എല്ലാവരുടെയും മാതാവും പിതാവും ഉസ്താദും അല്ല. അതിനകത്താണ് എല്ലാവരും ഫത്വ അടിച്ചു നോക്കും. അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുന്നത് പകരം ഈ ChatGPTയോടും ജെമിനിയോടൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഇങ്ങനെയാണ് പതുക്കെ ഇൽമ് ലോകത്തൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? വയസ്ബത്തുൽ ജഹല്, അഗ്നിത സ്ഥിരപ്പെടുക. എന്തായാലും അതായത് അറിവുള്ള ആൾക്കാർ ലോകത്തൊന്നും ഇല്ലാതായി കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഉണ്ടാവും, അറിവില്ലായ്മ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ ഇവിടെ വയസ്ബത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്ഥിരപ്പെടുക. അതെന്താണ്? അറിവില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ആരും പരിഗണിക്കില്ല. അറിവില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ആരും പരിഗണിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എന്താ അന്ത്യനാൾ ഉണ്ടാകുന്നത്. അതെങ്ങനെ? നേരത്തെ പറഞ്ഞ ഹദീസിൽ ബാക്കി കാണാൻ സാധിക്കും. അതായത് ഒരു ആലിമോട് ഈ ലോകത്തില്ലാതാകുകയും അറിവില്ലാത്ത ആളുകളെ ജനങ്ങൾ എന്താക്കും? നേതാക്കന്മാരാക്കും. എന്നിട്ട് അവരോട് ഫത്വകൾ ചോദിക്കുമ്പോൾ അവരറിയില്ല എന്ന് ഫത്വ എടുക്കും. എന്നിട്ട് സ്വന്തമായിട്ട് വഴികേടിലാവും, മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്യും. എങ്ങനെ? സ്വന്തം കുഴി ചാടുകയും ചെയ്യും, മറ്റുള്ളവരെ വഴിച്ച് ചാടുകയും ചെയ്യും. അതാവസ്ഥ. അപ്പോ മൂന്നാമതായി പറയുന്നതാണ് ഇഷ്റബൽ ഖംർ, മദ്യപാനം വ്യാപകമാകുക. മദ്യത്തിന്റെ കാര്യം പറയണ ഒന്നും പറയണ്ട. സമൂഹത്തിലേക്ക് ഇറങ്ങിയ റോഡിലോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ? കള്ളോടിമാർ ഇഷ്ടം പോലെ കാണും. ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അൽ ഖംർ എന്ന് പറഞ്ഞാൽ എന്താ? മദ്യമാണോ? അല്ല, മറിച്ച് ഖംർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയെ മറയ്ക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഖംർ എന്ന് പറയും. അതായത് എല്ലാ ലഹരി വസ്തുക്കളും ഇപ്പൊ പലതെല്ലാം അറിയപ്പെടുന്നു. MDMA, കഞ്ചാവ്, കൊക്കൈന്, വേറെ മറ്റേ ചുണ്ടിന് സ്ഥലത്തിന് പറഞ്ഞത് കോയിൽ. അതൊക്കെ ആൾക്കാർ വെറും കോയിലായിട്ടാണ് നോക്കുന്നത്. അത്രത്തോളം നിസ്സാരമായിട്ടാണ് ഇതിന്റെ ഉപയോഗം വിൽക്കപ്പെടുന്നതും ഉപയോഗിക്കുന്നതും കാണുന്നത്. നേരത്തെ ആൾക്കാർ ഹെൽമെറ്റ് വെച്ചോളൂ യുവറേജിന് വേണ്ടി ഈ കള്ളം അടിക്കാൻ നിൽക്കുന്നത്. ഇപ്പോഴോ ഹെൽമെറ്റ് ഒന്നും വേണ്ട, കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന പോലെ റോഡിന്റെ സൈഡിൽ നിന്ന് കുടിക്കും. അത്രത്തോളം ഇത് പരസ്യമാണ് മാറിയിരിക്കുന്നത്. പിന്നെ അവസാനമായി പറയുന്നതാണ്
സിന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ മടിച്ചുകൊണ്ട് ചെയ്യില്ല, അതായത് വ്യഭിചാരം ചെയ്യും. ഇവിടെ വ്യഭിചാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്. എങ്ങനെ? ഇപ്പോ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം പോലുള്ള ധാരാളം ആപ്പുകളുണ്ട്. അതിലൊക്കെ എന്താണ് വ്യഭിചാരം നടക്കുന്നത്? ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ അന്യ മെസ്സേജ് അയക്കുന്നു. അപ്പൊ ആ മെസ്സേജ് നോക്കുമ്പോഴാണ് അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. മെസ്സേജ് അയക്കുമ്പോഴാണ് അത് കൈയുടെ വ്യഭിചാരമാണ്. അങ്ങനെ ഓരോരുത്തർ വീട്ടിൽ ഇരുന്നോണ്ടെന്ന് വെച്ചിരിക്കുകയാണ്, അവർ പോലും അറിയാതെ. അത്രത്തോളം പരസ്യം മാറിക്കുന്നു. പിന്നെ റോട്ടിലോട്ട് ഇറങ്ങിയാലുണ്ടാവും ധാരാളം ഒഴിച്ചിരിക്കുന്ന കാണാം, പരസ്യമായിട്ട് ഒഴിച്ചിരിക്കുന്നത്. നമുക്കൊന്നും മനസ്സിലാവില്ല ഏത് അവരുടെ വെച്ചാലുണ്ടോ ആരും അവരെ കാണുന്നില്ലെന്നാണ്. അത്രത്തോളം പരസ്യം മാറി. ഇടങ്ങ ശ്രദ്ധിക്കുന്നു ഒക്കെ നോക്കൂ. ഇവിടെ വലിയ കാര്യങ്ങൾ പറയുമ്പോ അവനൊക്കെ ഫാൻ്റെ ചോട്ടിൽ സൂചിച്ചിരുന്ന് ഇറങ്ങുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞുള്ളൊരു ലോകവേറെ സീന. അപ്പൊ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അപ്പോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയപ്പെട്ട 4 ചെറിയ അടയാളങ്ങളാണ്. ഇതൊന്നും സമൂഹത്തിൽ വളരെയധികം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഈ പറഞ്ഞു വന്ന 4 അടയാളങ്ങളും ഇന്ന് വാസ്തവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയത്ത് സത്യമാണെന്ന് തെളിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഖിയാമത്ത് നാളിന്റെ ഭയാനകതകൾ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും നാളെ ഖുലാസ എഴുതിക്കൊണ്ട് വരണം. പടങ്ങളൊന്നും വൃത്തിക്ക് പഠിച്ചിട്ട് വരണം. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക